നമസ്കാരം. നമ്മുടെ രാം ഗോപാൽ വർമ്മ അണ്ണൻ പുതിയൊരു സിനിമ അല്ലേ, സാരി. അല്ല, സാരി അതല്ല. അതാ ഞാൻ പറയാൻ പോണ, അതൊന്നും അല്ല. അത് നിങ്ങൾ ഉദ്ദേശിക്കണമല്ല. ഞാനൊരു മുന്നറിയിപ്പുമായി വന്നതാണ്. ഒരു അണ്ണൻ, എൻ്റെ പ്രിയപ്പെട്ട ഒരു അണ്ണനുണ്ട്. പക്ഷെ അണ്ണൻ്റെ പേരെനിക്ക് അങ്ങോട്ട്, നമ്മൾ മലയാള യൂട്യൂബിൽ എന്തെങ്കിലും ഒരു മൂവി എന്ന് പറഞ്ഞൊരു ചാനലിൽ ആങ്കർ അണ്ണൻ ഉണ്ടല്ലോ, ഒരു കണ്ണാടിയൊക്കെ വെച്ച് തരണം അണ്ണൻ. ഹൈഡ്രോക്സ് അണ്ണ, ഹൈഡ്രോജൻ അണ്ണ. എപ്പോഴും എയറിലാണ്. അപ്പം ഹൈഡ്രോജൻ അണ്ണനുള്ളൊരു മുന്നറിയിപ്പ് പോയിട്ടുണ്ട്. കാരണം ഈ സാരി സിനിമയെ ബന്ധപ്പെട്ട് രാം ഗോപാൽ വർമ്മയുടെ ഇൻ്റർവ്യൂകളൊക്കെ വന്നു തുടങ്ങി. ഒരു മലയാളം യൂട്യൂബർ ചാനലിൽ ഞാൻ കണ്ടു. പക്ഷേ ഇംഗ്ലീഷായിരുന്നു. അതൊരു പെങ്കൊച്ചിരുന്ന് മാന്യമായി ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ എന്നെ കണ്ടു. മൊത്തം കണ്ടില്ല. അപ്പം അണ്ണനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പിൻ്റെ ആളാണല്ലോ. അണ്ണൻ ഇവിടെയും കുത്തിത്തിരിക്കും, ചെല്ലും. ഇവിടെയും ചെല്ലുമെന്ന് എനിക്കറിയാം. അണ്ണൻ ഒരു ട്രാൻസ്ലേറ്റർ വെച്ചെങ്കിലും കുത്തിത്തിരിക്കാൻ ചെല്ലുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ള, അണ്ണൻ്റെ സ്ഥിരം കുത്തിത്തിരിപ്പുമായിട്ട് മറ്റേ അമ്മ സംഘടനയിലൊക്കെ ചെന്നിടത്ത് കണക്ക് വല്ല കുണച്ച ചോദ്യങ്ങൾ ചോദിച്ചോണ്ടല്ലേ അവന്മാർ വേറെ ഏരിയയാണ്, മനസ്സിലായില്ലേ? ഇവിടുത്തെ കണക്ക് ട്രോളായിരിക്കില്ലേ അവന്മാർ. പന്നിപ്പടക്കം വെച്ച് കുണ്ടി വെച്ച് പൊട്ടിക്കും. മറ്റേ മറവത്തൂർക്കനെ വലിയ ശ്രീനിവാസൻ നടക്കും പോലെ, അയ്യോ തമ്പുരാൻ്റെ കുണ്ടി പൊട്ടിയെന്ന് നടക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിക്കണേ അണ്ണാ. മറ്റേ അല്ല, ഇത് വേറെ ആൾക്കാരാണ്. വിളിച്ചിരുത്തി വല്ല കുണച്ച ചോദ്യം ചോദിച്ചാൽ അവന്മാർ പൊട്ടിക്കും. അയ്യോ, ഹൈഡ്രജനായി പറക്കണേ മാത്രം, തിരിച്ചു വരില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അണ്ണ സൂക്ഷിക്കണേ. അണ്ണ നമ്മൾ പ്രിയപ്പെട്ട അണ്ണനായതുകൊണ്ടാണ് ഞാൻ പറയണം.